മുകുന്ദൻ ചക്രവർത്തി ഭരണത്തെക്കുറിച്ചും രാജഭരണത്തെക്കുറിച്ചും ജനാധിപത്യത്തിലെ ഒരു രാജവാഴ്ച സമ്പ്രദായത്തെക്കുറിച്ചുമാണ് വിമർശിച്ചത്. അത് ആരെക്കുറിച്ചാണ് എന്ന് ആർക്കും ഒരു സംശയവും തോന്നില്ല. ബ്രിട്ടീഷ് ചക്രവർത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡെൻമാർക്കിലെയോ നെതർലാൻഡ്സിലെയോ ചക്രവർത്തിയെക്കുറിച്ചോ അല്ല പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് അഖില കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയനെക്കുറിച്ചാണ്. അത് CPM-കാർക്ക് പോലും ആ കാര്യത്തിൽ സംശയവും തോന്നിയില്ല. എം മുകുന്ദൻ എന്ന് പറഞ്ഞാൽ MT-യെ പോലെയോ അല്ലെങ്കിൽ പത്മനാഭനെ പോലെയോ ലീലാവതി ടീച്ചറെ പോലെയോ ഉള്ള ഒരാളല്ല. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് ഭരണകാലത്ത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. പിണറായി വിജയനേക്കാൾ 2 വയസ്സ് കൂടുതലുണ്ട് എങ്കിലും തനിക്ക് പിണറായിയെ വിജയേട്ട എന്ന് വിളിക്കാനാണ് താല്പര്യം എന്ന് പോലും പറഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള മുകുന്ദൻ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഇതിൻ്റെ പോലീസിനെ അല്ലെങ്കിൽ ജനാധിപത്യത്തിലെ രാജവാഴ്ച വർദ്ധിച്ചു വരുന്ന വ്യക്തിപൂജയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വരാൻ പോകുന്ന എന്തിൻ്റെയൊക്കെയോ ദൃഷ്ടാന്തമാണ്. ഞാൻ വിചാരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷേ ഇത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു നാടകത്തിൻ്റെ ഭാഗമായിരിക്കാൻ സാധ്യതയുണ്ട്.